ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യുന്നു എന്ന് കേൾക്കുന്നു. അറസ്റ്റ് ചെയ്തില്ല. അറസ്റ്റ് ചെയ്യണമെന്ന് ചിലർക്കൊക്കെ ആഗ്രഹമുണ്ട്. അറസ്റ്റ് ചെയ്യുമെന്നൊരു ചോദ്യമുണ്ട്. അതെ, എന്നാൽ അങ്ങനെ ഒരു നീക്കം നടക്കുന്നുണ്ട്, അത് പറയാം. ഇപ്പോൾ ലോകത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ സുരക്ഷാ ഭീഷണിയുള്ള രാഷ്ട്ര നേതാവ് ബെഞ്ചമിൻ നെതന്യാഹുവാണ്. ഏറ്റവും വലിയ സുരക്ഷാ ഭീഷണി കൊണ്ട് ഏറ്റവും ശക്തമായ സുരക്ഷാ സന്നാഹങ്ങളുള്ളതും നെതന്യാഹുവിനാണ്. അതറിയാമല്ലോ. ഇപ്പോൾ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധം നടക്കുന്നു. യുദ്ധത്തിൻ്റെ കാരണം ശരിക്കും ഇസ്രയേലികളല്ല. ഒക്ടോബർ 7 ഒരു വർഷം പൂർത്തിയാവുകയാണ്. ഒക്ടോബർ 7 ഹമാസ് അവിടെ കടന്നു കയറി 1500 ആളുകളെ കൊന്നു. അതിൻ്റെ പേരിലാണ് ആക്രമണം നടക്കുന്നത്. അപ്പോൾ ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ട് എന്ന് പറഞ്ഞൊരു കോർട്ടുണ്ട്. ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിലാണെന്ന് വേണമെങ്കിൽ പറയാം, അല്ലെന്നും പറയാം. അത് നെതർലാൻഡ്സിലെ ഹേഗിലാണുള്ളത്. ഹേഗിൽ നെതന്യാഹു യുദ്ധക്കുറ്റവാളിയാണ്, അതുകൊണ്ട് നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടൊരു കേസുണ്ട്. ആ കേസിൽ അതിൻ്റെ ICC ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ടിൻ്റെ പ്രോസിക്യൂട്ടർ പേര് ഞാൻ പറയാം, കരീം ഖാൻ മെയ് 20 ഒരു പെറ്റീഷൻ കൊടുക്കും. നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യണം, അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കണം. കോടതി ഇത് പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിലയിടത്തൊക്കെ വാർത്ത വന്നു, ആഗോള മാധ്യമങ്ങളിലൊക്കെ വാർത്ത വരുന്നുണ്ട്, ഇൻ്റർനാഷണൽ ക്രിമിനൽ കോടതി നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങളിൽ നെതന്യാഹു പോയാൽ ഈ ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ടിൻ്റെ കൺവെൻഷനിൽ അതിൽ ഒപ്പുവെച്ചിട്ടുള്ള ഏത് രാജ്യത്ത് വന്നാലും ആ രാജ്യം അറസ്റ്റ് ചെയ്യണം എന്നാണ് നിയമം. അപ്പോൾ ഇതിന് സമാനമായൊരു സംഭവമുണ്ട്. ഇങ്ങനെ യുദ്ധക്കുറ്റവാളിയായി അതുകൊണ്ട് അറസ്റ്റ് ചെയ്യണമെന്ന് ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ഉത്തരവിട്ടിരിക്കുന്ന മറ്റൊരു നേതാവുണ്ട്. ആ നേതാവിൻ്റെ പേര് പുടിൻ എന്നാണ്, റഷ്യൻ പ്രസിഡന്റ്. അപ്പോൾ അതിൽ ആ ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ടിൻ്റെ ഈ കരാറിൽ ഒപ്പുവെച്ച ഒരു രാജ്യമാണ് മംഗോളിയ. മംഗോളിയയിൽ കഴിഞ്ഞ ആഴ്ച പുതിൻ പോയി. മംഗോളിയ എന്ത് ചെയ്യുന്നറിയോ? ചുവന്ന പരവതാനി വിരിച്ച് പുതിനെ സ്വീകരിച്ചു. അപ്പം കരാറനുസരിച്ച് ICCയുടെ കരാറനുസരിച്ച് മംഗോളിയ അറസ്റ്റ് ചെയ്ത് പുടിനെ ജയിലിലടക്കേണ്ടതാണ്, കാരണം യുദ്ധക്കുറ്റവാളിയല്ലേ. പക്ഷേ ഇതാണ് നമ്മുടെ ഇൻ്റർനാഷണൽ കോടതികൾക്ക് ഈ പല്ലും തോന്നുന്നില്ല. അതുപോലെയാണ് അമേരിക്കയിൽ ഇപ്പോൾ ഒരു കോടതി നമ്മുടെ NSA അജിത് ഡോവലിനെയും റോയുടെ തലവനെയും അറസ്റ്റ് ചെയ്യണം എന്നാവശ്യപ്പെട്ട് ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. സമൻസ് വന്നിട്ടുണ്ട്. ആ സമൻസ് ഇങ്ങനെ വരും പോവും, അത്രയൊക്കെ ഉള്ളൂ. പക്ഷേ നെതന്യാഹുവിൻ്റെ കാര്യത്തിൽ ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം എന്നറിയോ, നെതന്യാഹു അപ്പോൾ അമേരിക്കൻ പിന്തുണ, ഇസ്രായേലിൻ്റെ പിന്തുണ നമുക്കറിയാം. പിന്നെ ഈ ഐക്യരാഷ്ട്ര സംഘടനയുടെ പോടാ പുല്ലേ എന്ന് പറയുന്ന രാജ്യമാണ് ഇസ്രായേൽ. എത്ര പ്രമേയങ്ങൾ പാസ്സാക്കി. നിങ്ങൾ പ്രമേയമൊക്കെ പാസ്സാക്കിക്കോ, അത് നിങ്ങൾ അവിടെ അടുക്കി ഫയൽ വെച്ചോ. ഞങ്ങൾക്ക് ചെയ്യേണ്ട പണി ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ സുരക്ഷയാണ് ഏറ്റവും പ്രധാനം. ഞങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾ ഏതറ്റം വരെ പോകണോ അവിടെ വരെ പോകും. എന്തൊക്കെ ചെയ്യണമോ അതൊക്കെ ചെയ്യും. ഇത് വളരെ കൃത്യമായി ഡിഫൈൻ ചെയ്യുകയും പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ള ലോകത്തിലെ ഏക രാജ്യമാണ് ഇസ്രായേൽ. ബാക്കി എല്ലാവരും ഒക്കെ ഒരു മയത്തിനൊക്കെ പറയത്തുള്ളൂ. ഇവരങ്ങ് തുറന്നു പറയും, നിന്റെ വീട്ടിൽ കയറി അടിക്കും. ഇത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ഇത് ഇസ്രായേലിൻ്റെ ഒരു രീതിയാണ്. കാരണം പഴയ നിയമത്തിൽ ഈ ജൂതന്മാരുടെ വേദപുസ്തകത്തിൻ്റെ പേര് തോറ എന്നാണ്. ബൈബിളിലെ പഴയ നിയമമാണ് അത് തോറയുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അതിനകത്ത് കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്, ഇതാണ് പോളിസി. ഇസ്രായേൽ അക്ഷരാർത്ഥത്തിൽ കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്ന് വിശ്വസിക്കുന്നവരാണ്. ഇവരായിട്ട് ആരെയും മാന്താനും ചൊറിയാനും പോകത്തില്ല. ഇങ്ങോട്ട് കയറി മാന്തിയാൽ ചൊറിയുമല്ല, അവിടെ വെട്ടിയെടുത്തുകൊണ്ട് പോരും ഇസ്രായേൽ. അങ്ങനെയുള്ള ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യണമെന്നാണ്, അറസ്റ്റ് ചെയ്യാൻ വാറണ്ട് പുറപ്പെടുവിക്കണം എന്നാണ് കരീം ഖാൻ എന്ന് പറയുന്ന ഈ മഹാനായ പ്രോസിക്യൂട്ടറുടെ ആവശ്യം. അപ്പോൾ ഏതായാലും അത് കോടതിയുടെ പരിഗണനയിലിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ചില മാധ്യമങ്ങളിൽ, പടിഞ്ഞാറൻ മാധ്യമങ്ങളിലൊക്കെ ഇങ്ങനെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു. UK, ബ്രിട്ടൻ വലിയ സമ്മർദ്ദത്തിലാണ്. ബ്രിട്ടൻ ഈ കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട്, അമേരിക്ക ഒപ്പുവെച്ചിട്ടില്ല. ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ടുമായിട്ടുള്ള കരാറിൽ അമേരിക്കയും ഇസ്രായേലും ഒപ്പുവെച്ചിട്ടില്ല. അതുകൊണ്ട് ഇവർക്ക് ബാധകമല്ല. ബ്രിട്ടൻ ഒപ്പുവെച്ചിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത്. അതുകൊണ്ട് ബ്രിട്ടൻ ഒപ്പുവെച്ചിരിക്കുന്നത് കൊണ്ട് ഈ അറസ്റ്റ് വാറണ്ടിൽ നടപ്പാക്കാൻ, എങ്ങാനും നെതന്യാഹു അവിടെ വന്നാൽ അത് നടപ്പാക്കാൻ ബ്രിട്ടന് മേൽ വലിയ സമ്മർദ്ദമുണ്ടാകും എന്ന് ചില വാർത്തകൾ ഇന്നലെയൊക്കെ ഓൺലൈനിൽ ഓടുന്നുണ്ട്. അതുകൊണ്ട് ഞാനിത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ തിരഞ്ഞു പോയപ്പോൾ ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ടിൻ്റെ പ്രൊസീഡിങ്സ് കഴിഞ്ഞ 13-ാം തീയതി വരെയുള്ളതുണ്ട്. 13-ാം തീയതി വരെയുള്ള പ്രൊസീഡിങ്സിൽ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യാൻ അവർ
അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിട്ടില്ല. പക്ഷേ കേസ് പെൻഡിംഗ് ആണ്. കരീം ഖാൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട്. ഇന്നിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വാർത്ത വന്നിരിക്കുന്നത് ഇസ്രയേൽ തീരുമാനിച്ചു ഞങ്ങൾ ഇതിൻ്റെ മെമ്പർ അല്ലെങ്കിൽ പോലും ഇത് ഞങ്ങളെ അറസ്റ്റ് ചെയ്യാനൊന്നും നോക്കണ്ട എന്ന് പറഞ്ഞ് ഒരു ഒബ്ജക്ഷൻ ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ടിൽ ഫയൽ ചെയ്യാൻ ഇസ്രയേൽ തീരുമാനിച്ചു എന്നൊരു വാർത്ത വന്നിട്ടുണ്ട്. അപ്പോൾ ഇസ്രയേൽ എന്തൊക്കെയാണെങ്കിലും നിങ്ങൾ ഇതുമായിട്ട് ഈ പണിയും കൊണ്ട് ഇറങ്ങണ്ട, ഞങ്ങൾക്ക് ഇതൊന്നും ബാധകമല്ല എന്ന് പറഞ്ഞ് ഒരു കോടതി എന്ന നിലയിൽ നമ്മൾ ആ കരാറിലില്ലെങ്കിൽ പോലും അതിനെ മാനിക്കാൻ തയ്യാറായിരിക്കുന്നു. ഈ കരീം ഖാൻ്റെ പെറ്റീഷനെ ഡിഫെൻഡ് ചെയ്യാൻ ഇസ്രയേൽ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി നേരെ തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. ഇനി ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ട് നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടു. എന്ത് സംഭവിക്കും? അമേരിക്ക നെതന്യാഹുവും അറസ്റ്റ് ചെയ്യുമോ? ഇല്ല. ബ്രിട്ടനിൽ കരാറിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും ബ്രിട്ടനിൽ പോയ ബ്രിട്ടൻ അറസ്റ്റ് ചെയ്യുമോ? ഇല്ല. ഇന്ത്യയിൽ വന്നാൽ ഇന്ത്യ അറസ്റ്റ് ചെയ്യുമോ? ഇല്ല. ഇനി UAE-യിൽ എങ്ങാനും നെതന്യാഹു പോയാൽ UAE അറസ്റ്റ് ചെയ്യുമോ? ഇല്ല, ഇല്ല. കാരണം പലസ്തീനെതിരെ ഇത്രയും സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ട് ഒരക്ഷരം മിണ്ടാതെ അവനവൻ്റെ പാടും നോക്കിയിരിക്കുകയാണ് ഗൾഫ് രാജ്യങ്ങൾ, സൗദി ഉൾപ്പെടെ. ഒരക്ഷരം മിണ്ടുന്നില്ല. ഇപ്പം നെതന്യാഹുവിൻ്റെ കാര്യത്തിൽ കുറേ വാർത്തകളുണ്ട്. നമ്മുടെ മാധ്യമങ്ങൾ, മലയാളത്തിലെ മാധ്യമങ്ങൾ ഒളിച്ചു വെച്ചൊരു സംഭവമുണ്ട്. 4 ദിവസം മുമ്പ് ഇസ്രയേലിൽ ഒരാളെ പിടിച്ചു, ഇറാൻ ബന്ധമുള്ള ഒരാൾ. നെതന്യാഹുവിനെ കൊല്ലാനുള്ള ഒരു പദ്ധതി ആസൂത്രണം ചെയ്യുന്നു എന്ന് പറഞ്ഞ് അയാളെ പിടിച്ചിരിക്കുകയാണ്. ഈ നെതന്യാഹു നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര നിസ്സാരനൊന്നുമല്ല. നെതന്യാഹു അവിടുത്തെ ലിക്വിഡ് പാർട്ടി എന്ന് പറഞ്ഞ പാർട്ടിയുടെ പ്രസിഡൻ്റാണ്. 1996 അദ്ദേഹം ആദ്യമായി പ്രധാനമന്ത്രിയാവുന്നത്. 3 തവണ പ്രധാനമന്ത്രിയായി. ഇസ്രയേലിൻ്റെ 9ാമത്തെ പ്രധാനമന്ത്രിയാണ്. ഇനി വേറെ ഒരു സിമിലാരിറ്റിയുടെ പറയാം. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നെതന്യാഹുവും ഭയങ്കര സ്നേഹത്തിലാണ്. നെതന്യാഹു കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷൻ മത്സരിക്കുമ്പോൾ നെതന്യാഹുവും മോദിയും കൂടെ നിൽക്കുന്ന ചിത്രം ഇസ്രയേലിൽ ഹോർഡിങ്ങുകളിൽ വന്നിരുന്നു. അതിവിടെ വാർത്തയായി. അപ്പം ഇന്ത്യയുമായിട്ട് വലിയ സൗഹൃദം, പ്രത്യേകിച്ച് നമ്മുടെ പ്രധാനമന്ത്രിയും ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രിയും തമ്മിൽ ആത്മബന്ധം പോലെയുള്ള സൗഹൃദമുണ്ട്. നെതന്യാഹുവിൻ്റെ എല്ലാ സ്വഭാവമുള്ള ഒരാളാണ് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി. നോക്കൂ, 2 പേർക്കും ഒരേ പ്രായമാണ്. 2 പേർക്കും 74 വയസ്സ് കഴിഞ്ഞു. അത് ശരി. അപ്പം ഏതാണ്ട് 2 പേരും ഒരേ പ്രായക്കാരും ഒരേ ചിന്താഗതിക്കാരുമാണ്. കാരണം ദേശീയത അല്ലേ. ഇസ്രയേൽ രാജ്യത്തിന് വേണ്ടി ഒരു വിട്ടുവീഴ്ചയ്ക്കും നെതന്യാഹു തയ്യാറല്ല. ഇന്ത്യക്ക് വേണ്ടി ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇന്ത്യൻ ഒരു കളിയിൽ, ദേശീയത വിട്ടുള്ള കളിയിൽ. അപ്പോൾ 2 പേർക്കും ഒരുപാട് സിമിലാരിറ്റി ഉണ്ട്. സിമിലാരിറ്റികളല്ലാത്ത കാര്യങ്ങൾ ഞാൻ പറയാം. ഇദ്ദേഹം ഈ ഒരു ചരിത്ര ഗവേഷകനായിരുന്നു. നെതന്യാഹുവിൻ്റെ അച്ഛൻ നെതന്യാഹു അവർ അമേരിക്കയിലെ ഫിലാഡൽഫിയയിലായിരുന്നു. അതിനുശേഷം നെതന്യാഹു ജീവിതം ആരംഭിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിലെ സൈനികനായിട്ടാണ്, പട്ടാളക്കാരനായിട്ട്. ഇപ്പോൾ ഹമാസിനോട് പൊരുതിയിരിക്കുന്ന പട്ടാളക്കാരനായി യൂണിഫോം ധരിച്ച് പ്രവർത്തിച്ച ആളാണ് നെതന്യാഹു. നമുക്ക് ഇപ്പോൾ വേണേൽ പറയാം, പട്ടാളത്തിലൊക്കെ ചേർന്നു, ഒരു എത്ര പേര് ചെയ്യുന്നുണ്ട്. അതുപോലെ മാത്രമല്ല, ഇസ്രയേലിൽ നിർബന്ധിത സൈനിക സേവനമുള്ള രാജ്യമാണ്. അതുകൊണ്ട് പട്ടാളത്തിൽ ചേർന്ന് വലിയ കേമമായിട്ടൊന്നും കരുതണ്ട എന്ന് പറയുന്നവർക്ക് 2 കഥകൾ ഞാൻ പറയാം. നെതന്യാഹുവിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം പ്രധാനപ്പെട്ട 3 കമാൻഡോ ഓപ്പറേഷൻസ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ വെറൊരു പട്ടാളക്കാരൻ അല്ല നെതന്യാഹു, വെറും ഒരു പ്രധാനമന്ത്രിയല്ല നെതന്യാഹു. അദ്ദേഹം ഒന്നാന്തരം ഒരു കമാൻഡോയാണ്. ഓപ്പറേഷൻ ഇൻഫണോ, ഓപ്പറേഷൻ ഗിഫ്റ്റ്, ഓപ്പറേഷൻ ഐസോട്ടോപ്പ് എന്ന് പറഞ്ഞ് 3 കമാൻഡോ ഓപ്പറേഷൻ മൊസാദ് അല്ലെങ്കിൽ ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് നടത്തിയ ഏറ്റവും വിഖ്യാതമായ 3 കമാൻഡോ ഓപ്പറേഷനുകളിൽ നിർണായക പങ്ക് വഹിച്ച ആളാണ് ബെഞ്ചമിൻ നെതന്യാഹു. അപ്പോൾ അദ്ദേഹത്തിന് യുദ്ധം അദ്ദേഹത്തെ പഠിപ്പിക്കൊന്നും വേണ്ട. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നില്ല, കാരണം നാളെ മുതൽ നമ്മൾ ബസാദിൻ്റെ കഥ പറഞ്ഞു തുടങ്ങുകയാണ്. അപ്പോൾ ഈ കഥയെല്ലാം അതിനകത്ത് വരും. ഇനി മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ കുടുംബം എങ്ങനെയാണെന്നറിയോ? അതാലോചിക്കണം. അതായത് ഈ ഒരു സംഭവം പറയാം. ഈ 1972 ടെൽ-അവീവിൽ നിന്ന് ഒരു വിമാനം ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോയി തീവ്രവാദികൾ. അന്നത്തെ തീവ്രവാദികളുടെ പേര് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. PLO, പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ. പക്ഷേ തൊപ്പിക്കാരനല്ലേ, പുള്ളിയുള്ള തൊപ്പി വെച്ച് യാസർ അറാഫത്ത്. അയാളെപ്പോലെ മനുഷ്യരെ കൊന്നിട്ടുള്ള ഒരു കൊടും ഭീകരവാദി അറിയില്ല. 100 കണക്കിന് ആളുകൾ കൊന്നു, 100 ആയിരക്കണക്കിന് ആളുകളെ കൊന്നു, വിമാനങ്ങൾ തട്ടിയെടുത്തു, ഹൈജാക്കിങ് നടത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ആൾക്ക് നോബൽ സമ്മാനം കിട്ടിയിട്ടുണ്ട്. അതാണ് അതിൻ്റെ വൈരുദ്ധ്യം. ലോകത്തിലെ ഏറ്റവും വലിയ കൊലയാളികളിൽ ഒരാളാണ് യാസർ അറാഫത്ത്. അയാൾക്കാണ് നോബൽ സമ്മാനം കിട്ടിയത്. അപ്പോൾ ഈ പറയുന്ന പോലെ ഈ ടെൽ-അവീവിൽ നിന്നുള്ള വിമാനം റാഞ്ചികളെ കീഴ്പ്പെടുത്തി യാത്രികരെ രക്ഷിച്ച ഓപ്പറേഷനിൽ ഈ ബെഞ്ചമിൻ നെതന്യാഹു ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹോദരൻ ജൊനാഥൻ നെതന്യാഹു എന്ന് പറയുന്ന ആൾ ഇസ്രയേലിലെ ഒരു വലിയ ഹീറോയാണ്. വലിയൊരു ഓപ്പറേഷൻ, അതിൻ്റെ കഥയും നമ്മൾ അടുത്ത ദിവസം പറയുന്നത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. എൻഡബേ, ഓപ്പറേഷൻ എൻഡബേ എന്ന് പറയും. അതിന് ഈ എൻഡബേ റെയ്ഡ്
എന്ന് പറഞ്ഞൊരു റെയ്ഡുണ്ട്. ആ റെയ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലത്തെ റെയ്ഡല്ല. അതായത് എയർബസ് A300 എന്ന് പറയുന്ന ഒരു വിമാനം 1976 ഈ പറഞ്ഞ നേരത്തെ ഞാൻ പറഞ്ഞ PLO യാസർ അറാഫത്തിൻ്റെ PLO റാഞ്ചി കൊണ്ടുപോയി. ആ വിമാനം എയർ ഫ്രാൻസിൻ്റെ വിമാനമായിരുന്നു. ടെൽ അവീവിൽ നിന്ന് പാരീസിലേക്കുള്ള വിമാനം ഇവർ റാഞ്ചി ലിബിയയിലെ ഉഗാണ്ടയിൽ കൊണ്ടിറക്കി. ഉഗാണ്ടയിൽ അവിടെ ഇറക്കി കഴിഞ്ഞപ്പോൾ എന്താ പറ്റിയെന്നറിയാമോ? ഇസ്രയേലികളോട് ശത്രുതയുള്ള ഉഗാണ്ടൻ ഭരണകൂടം ഇവരെ സഹായിക്കാൻ തീരുമാനിച്ചു. ഇവരുടെ കൂടെ നിന്നു. പക്ഷേ ഈ യാത്രികരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു കമാൻഡോ സംഘത്തിനെ എൻഡബേ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് മൊസാദ് അയച്ചു. അതിൽ നെതന്യാഹുവിൻ്റെ സഹോദരൻ ജൊനാഥൻ നെതന്യാഹു ഉണ്ടായിരുന്നു. പക്ഷേ പൂർണ്ണമായും മൊസാദിന് വിജയിക്കാൻ കഴിയാത്ത ഒരു ഓപ്പറേഷനാണ് എന്ന് വേണേൽ പറയാം. കാരണം ജൊനാഥൻ നെതന്യാഹു ഉൾപ്പെടെയുള്ളവർ ഏതാനും കമാൻഡോകൾ ആ ഓപ്പറേഷനിൽ കൊല്ലപ്പെട്ടു. അങ്ങനെ ഇസ്രയേലികൾ പാടി പുകഴ്ത്തുന്ന ഒരു ഇതിഹാസ തുല്യമായ കഥയിലെ നായകനാണ് ജൊനാഥൻ, ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ സഹോദരൻ. അപ്പം നെതന്യാഹു ഒരു രാഷ്ട്രീയക്കാരനൊന്നുമല്ല, ഈസ് എ സോൾജിയർ. രാജ്യത്തിന് വേണ്ടി രക്തം കൊടുത്ത, ജീവൻ കൊടുത്ത ഒരു കുടുംബത്തിൻ്റെ പ്രതിനിധിയാണ്. അങ്ങനെയുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിനാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കരീം ഖാനെ പോലെയുള്ള ആളുകൾ. കരീം ഖാൻ്റെ താല്പര്യം വളരെ വ്യക്തമാണല്ലോ. കാരണം ഈ പണ്ട് പ്രധാനമന്ത്രി പറഞ്ഞ പോലെ മോദി പറഞ്ഞു, ചിലരുടെ വേഷം കാണുമ്പോൾ, ചിലരുടെ പേര് കേൾക്കുമ്പോൾ അവരുടെ താല്പര്യങ്ങൾ വ്യക്തമാവും. അതുപോലെ ഇപ്പോൾ ലോകത്തിപ്പോൾ ഹിസ്ബുള്ളയ്ക്ക് നെതന്യാഹുവിനെ കൊല്ലണം, ഹമാസിന് കൊല്ലണം, ഹൂതിക്ക് കൊല്ലണം, ഫത്തയ്ക്കും പറ്റിയാൽ കൊല്ലണം, നമ്മുടെ കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ടുകാരനും കൊല്ലണം, PV അൻവറിനും കൊല്ലണം, M സ്വരാജിനും കൊല്ലണം, അല്ലേ? ചുരുക്കം പറഞ്ഞാൽ ഒരു പൊതുശത്രുവായിട്ട് ആ ലോകത്തിലുള്ള ആരുടെയാണ് ഈ ഏത് കൂട്ടം ആളുകളുടെയാണെന്ന് ഇടതുപക്ഷക്കാരുടെ ഇസ്ലാമിസ്റ്റുകളുടെയൊക്കെ ലോകത്തിലെ ഏറ്റവും വലിയ ശത്രുവാണ് ബെഞ്ചമിൻ നെതന്യാഹു. ഈ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്ത് കളയാം, എന്നിട്ട് ജയിലിൽ അടയ്ക്കാം എന്നൊക്കെ കരുതിയാൽ അങ്ങനെ ചിന്തിക്കുന്നവൻ ചിലപ്പോൾ ഭൂമിയിലുണ്ടാകുമോ എന്ന് മാത്രമേ സംശയമുള്ളൂ. അതുകൊണ്ട് ഇൻ്റർനാഷണൽ ക്രിമിനൽ കോടതിയുടെ മുന്നിലുള്ള പ്രൊസീഡിങ്സ്, കരീം ഖാൻ്റെ അപേക്ഷ, അതിൻ്റെ വിധി ഒക്കെ കീറക്കടലാസിൻ്റെ വില പോലും ഉണ്ടാവത്തില്ല. നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യാം എന്ന് ലോകത്തിൽ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവൻ ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പമ്പര വിഡ്ഢിയായിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.